Hello students. ഇനി നമ്മൾ ഫെർമാസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഇസ് ടു പ്രൂവ് ദി fundamental laws, that is the law of propagation of light. Second is the laws of reflection, and third is laws of refraction. So first we will see the rectilinear propagation of light. Rectilinear propagation of light പറയുന്നത് ഏതാണ്? In a homogeneous medium the light ray will travel in straight lines അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസിലാണ് എപ്പോഴും ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ നമുക്കിവിടെ ഫെർമാസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ലൈറ്റ് റേ നമ്മൾ ഇവിടുന്ന് പിന്ന് ക്യൂയിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഇത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട് പിന്ന് ക്യൂയിലേക്ക് പോകാൻ. ഏത് പാത്ത് വേണേൽ ഇതിന് ചൂസ് ചെയ്യാം. ഇത് നമ്മൾ ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെഡ് പാത്ത്, പിന്നെ ഇങ്ങനെയുള്ള കർവ്സ് നമ്മൾ വരച്ചു, 3 ഡിഫറെൻറ്റ് വരച്ചു. ഇനി ഇങ്ങനെ 3 എത്ര വേണേൽ നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഫെർമാസ് പ്രിൻസിപ്പിൾ പറയുന്നത് എത്രയേ ഉള്ളൂ. ദ ലൈറ്റ് റേ വിൽ ചൂസ് ദാറ്റ് പാത്ത് ഫോർ വിച്ച് ടൈം ടേക്കൺ ഇസ് മിനിമം ഓർ ദ ഒപ്റ്റിക്കൽ പാത്ത് ഇസ് മിനിമം അല്ലേ. നമുക്ക് അറിയാം ടൈം ടേക്കൺ മിനിമം എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഇംപ്ലൈസ് ദാറ്റ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഇസ് മിനിമം. ഒപ്റ്റിക്കൽ പാത്ത് മിനിമം ആണെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ പാത്ത് ഇസ് ജോമെട്രിക്കൽ ഡിസ്റ്റൻസ് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പോൾ ഹോമോജീനിയസ് മീഡിയത്തിലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വെരി ചെയ്യുന്നില്ല. So the optical path will be equal to geometrical path. That means geometrical path is minimum. അപ്പം നമ്മൾ ജോമെട്രിക്കൽ പാത്ത് മിനിമം ആയിട്ട് 2 പോയിൻ്റ് എടുത്താൽ പി ടു ക്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻഫിനിറ്റ് വേസ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം. അതായത് ജോമെട്രിക്കൽ പാത്ത് മിനിമം ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത് ഏതായിരിക്കും? ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. നമുക്ക് അറിയാം സ്ട്രെയിറ്റ് ലൈനിലാണ് ഏറ്റവും ഡിസ്റ്റൻസ് കുറവ് ട്രാവൽ ചെയ്യുന്ന വരിക. അപ്പോൾ അതിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫെർമാസ് പ്രിൻസിപ്പിൾ പറയുന്നു എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഫെർമാസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റും എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് എ പാത്ത് ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points. Therefore in a homogeneous medium the time taken by a ray of light along a straight line is a minimum as compared to any other path. Okay. അപ്പോൾ നമുക്ക് ഫെർമാസ് പ്രിൻസിപ്പിളിന് വെച്ചിട്ട് നമുക്ക് റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ നെക്സ്റ്റ് വി വിൽ ഗോ ടു ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഇത്രയേ ഉള്ളൂ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്തൊക്കെയാണ് പറയുന്നത്? ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്ലെക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ റിഫ്ലെക്റ്റിംഗ് പോയിൻറ്റ്, they all lie in the same plane. അതാണ് ഫസ്റ്റ് ലോ. ഇൻസിഡൻറ്റ് റേ റിഫ്ലെക്റ്റഡ് റേയും നോർമൽ ടു ദ റിഫ്ലെക്റ്റിംഗ് സർഫസും ഒരേ പ്ലെയിനിലായിരിക്കണം. പിന്നെ സെക്കൻഡ് വൺ ഇസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലെക്ഷൻ ആർ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാൽ ദ ആംഗിൾ ദാറ്റ് ദ ഇൻസിഡൻറ്റ് റേ മേക്സ് വിത്ത് ദ നോർമൽ, ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലെക്ഷൻ ഇസ് ദ ആംഗിൾ ദാറ്റ് ദ റിഫ്ലെക്റ്റഡ് റേ മേക്സ് വിത്ത് ദ നോർമൽ ടു ദി റിഫ്ലെക്റ്റിംഗ് സർഫസ്. ഈ 2 ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഫെർമാസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് നെക്സ്റ്റ്. സോ അതിന് നമ്മൾ യു ഹാവ് 2 points എ ആൻഡ് ബി. ലൈറ്റ് റേ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് യു ഹാവ് എ റിഫ്ലെക്റ്റിംഗ് സർഫസ് ദാറ്റ് ഇസ് എ മിറർ. ആ മിറർ എന്ന് പറയുന്നത് മിററിൻ്റെ പ്ലെയിനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. M1 M2 M3 M4. ദിസ് ഈസ് ദ മിറർ. അപ്പോൾ മിററിലുള്ളൊരു പോയിൻ്റിൽ നിന്ന് റിഫ്ലെക്റ്റ് ചെയ്തിട്ട് ബി നിർത്തുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ പോയിൻ്റ് തന്നെ പി എന്നുള്ള പോയിന്റിലാണെന്ന് പറയുന്നത്. പി എന്നുള്ള പോയിന്റിലാണ് എ എന്ന് ഇത് ഇവിടുന്ന് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് പി എന്നത് റിഫ്ലെക്റ്റ് ചെയ്തിട്ട് ബിയിലെത്തുന്നു. ഓക്കെ. ഇനി light coming from A is reflected toward B. Suppose the light ray passes through the point P. നമ്മളിപ്പോൾ പറഞ്ഞു light is incidenting along AP and reflected along PB. Incident along AP and reflected along PB. Hence APB is the general conceivable path from A to B. APB ആണ് പാത്ത് അല്ലേ. എന്ന് പിയിലെത്തി, പി എന്ന് ബിയിലെത്തി. അപ്പോൾ ഇതാണ് ജനറൽ പാത്ത് എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ.
ഇനി ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നോർമൽ ടു ദി മിറർ പ്ലെയിൻ ഇതാണെന്ന് പറഞ്ഞു. മിറർ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് നോർമലായിട്ട് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. പ്ലെയിൻ ഈസ് ABCD. ABCD എന്നുള്ളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ D ആണ് അതിൻ്റെ ഒറിജിൻ. D is at origin is at D. Let DC എന്ന് പറയുന്നത് DC and DA are the axis. DC എന്ന് പറയുന്നത് നമ്മൾ X ആക്സിസ് ആയിട്ടും DA എന്നുള്ളത് Y ആക്സിസ് ആയിട്ട് എടുക്കും. ആൻഡ് DZ is the Z ആക്സിസ്. DA is Y and DC is X ആക്സിസ്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ രണ്ടൊന്ന് പോയിൻറ്റ്സിന് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മാർക്ക് ചെയ്യാണ്. ലെറ്റ് DA എന്ന് പറയുന്നത് X ഡയറക്ഷനിലുള്ള, സോ DA is A എന്ന് പറയുന്നത് A ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. DA എന്ന് പറയുന്നത് A ആണ് ഇതിൻ്റെ ലെങ്ത്. DA എന്ന് പറയുന്നത് സ്മോൾ a ആണ്. അതുപോലെ CB എന്ന് പറയുന്നത് സ്മോൾ b ആണ്. അതുപോലെ DC എന്ന് പറയുന്നത് സ്മോൾ d ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന പ്ലെയിനിൻ്റെ അതിലുള്ള പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി പോയിന്റ് P എന്നുള്ളതിനെ നമുക്ക് കോർഡിനേറ്റ്സ് പറയുകയാണ്. Pൻ്റെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമുക്ക് P എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് X. P എന്നുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ മിററിൽ പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും ആവാം. സോ എക്സ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എക്സ് കോർഡിനേറ്റ് എക്സ് ആയിട്ട് എടുക്കുന്നു. വൈ കോർഡിനേറ്റ് സിൻസ് ഇറ്റ് ഈസ് ഇൻ ദ മിറർ പ്ലെയിൻ വൈ കോർഡിനേറ്റ് 0 ആണ് അല്ലേ, വൈ ഡയറക്ഷനിൽ 0 ആണ്. സെറ്റ് കോർഡിനേറ്റ് അതുപോലെ സെറ്റ് എടുത്തു. ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാം. സെറ്റ് ചെയ്താൽ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് എക്സ് വേരി ചെയ്യുക. ഈ ഡയറക്ഷനിലാകുമ്പോൾ സെറ്റ് വേരി ചെയ്യും. മേലോട്ട് അത് പോവില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ മിറർ എന്നാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മിറർ പ്ലെയിനിലാണ് അതിരിക്കുന്നത്. സോ വൈ കോർഡിനേറ്റ് ഈസ് 0. ഓക്കെ. ഇനി നമുക്ക് എൻ്റെയും ബിൻ്റെയും ഒക്കെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാം. എൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എക്സ് ഡയറക്ഷനിൽ അതിന് വാല്യൂ ഇല്ല. വൈ ഡയറക്ഷനിലെ സെഡ് ഡയറക്ഷനിൽ 0. അതുപോലെ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ D ഡിസ്റ്റൻസിലാണ് അല്ലേ. ഒറിജിൻ ഇതാണ് എടുത്തിരിക്കുന്നത്. D ഡിസ്റ്റൻസിലാണ് ഇത് B വരുന്നത്. സോ D ആണ് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് B ആണ്. സെറ്റ് കോർഡിനേറ്റ് 0. സെറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ ഒറിജിന് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. D എന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ബിയുടെ കോർഡിനേറ്റ് DB 0 ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് നമ്മൾ നോക്കുകയാണ്. പിന്നെ നമ്മളൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഒരു ഹോമോജീനിയസ് മീഡിയത്തിലാണ്. ആൻഡ് ഇറ്റ് ഹാസ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ = 1. അതായത് എയർ മീഡിയത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. എയർ ആണ് നിങ്ങളുടെ മീഡിയം. അപ്പോൾ അതുകൊണ്ട് എയർ മീഡിയം ആയിട്ട് എടുക്കുമ്പോൾ μ എന്നുള്ള ടേം അങ്ങ് പോകും. μ = 1 വരും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇനി ഒപ്റ്റിക്കൽ പാത്ത് എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ പാത്ത് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ജോമെട്രിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ റേ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഇത് റിഫ്ലക്റ്റ് ചെയ്യാണ്. എ എന്ന് പിയിലേക്ക് പോകുന്നു, പി എന്ന് ബിയിലേക്ക് പോകുന്നു. അതാണ് നിങ്ങൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ടോട്ടൽ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് AP + PB, ദാറ്റ് ഈസ് ദ ലെങ്ത് L എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ഈസ് L. ഒപ്റ്റിക്കൽ പാത്ത് L × μ എന്ന് വരും. μ = 1 ആണ്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഈക്വൽ ടു L തന്നെ ആയിരിക്കും. ഇനി Lൻ്റെ വാല്യൂ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. L നമുക്കറിയാം. രണ്ട് ഇതിൻ്റെ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ എന്താണ്? x1 x2 x3 അതുപോലെ y1 y2 y3 ആണെങ്കിൽ ഇറ്റ് വിൽ ബി x1 - x2 ² അങ്ങനെയാണ് അല്ലേ. √(x1 - x2) ² + y1 - y2 ² അങ്ങനെയല്ലേ വരിക. x1 y1 y2 x2 y2 z x1 y1 z1 x2 y2 z2 അങ്ങനെയാണ്. x1 x2 x3 അല്ല, തെറ്റിപ്പോയതാണ്. അങ്ങനെയാണെങ്കിൽ x2 - x1 ² + y2 - y1 ² + z2 - z1 ² അതെല്ലാം ഓൾവേസ് 1/2, അതായത് സ്ക്വയർ റൂട്ടിൽ. അതാണ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ AP എന്ന് പറയുന്നത് x - 0 ² + 0 - a ² + z - 0 ² ഓൾവേസ് 1/2 √(, അല്ലെങ്കിൽ അല്ലേ, പ്ലസ് PB എന്ന് പറയുന്നത് അതുപോലെ x - d ² + 0 - b ² + z - 0 ² അതും 1/2. അപ്പോൾ ഈ 0 ഇതൊക്കെ നമുക്ക് എക്സ്പാൻഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ x - 0 എന്ന് പറയുന്നത് x ആണ്. x² + -a² എന്ന് പറയുന്നത് a² വരും. ഇത് z² വരും. ഓൾവേസ് 1/2.
ഇതെന്ന് പറയുന്നത് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറിന് വരും. ഓക്കെ, ഇനി എൽ ഇസ് ഈക്വൽ ടു ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതി തന്നെ ഇവിടേക്ക് എഴുതിയത് കേട്ടോ. ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഓൾ റേസ് ടു 1/2 അല്ലേ, പ്ലസ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ റേസ് ടു 1/2. അപ്പോൾ നമുക്കിനി ഒപ്റ്റിക്കൽ പാത്ത് കിട്ടി. ഒപ്റ്റിക്കൽ പാത്ത് കിട്ടി. ഇനി നമുക്ക് ഫെർമാസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ഒപ്റ്റിക്കൽ പാത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫെർമാസ് പ്രിൻസിപ്പിൾ, ഒപ്റ്റിക്കൽ പാത്ത് ലൈറ്റ് റേ വിൽ ചൂസ് ദാറ്റ് പാത്ത് ഫോർ വിച്ച് ഒപ്റ്റിക്കൽ പാത്ത് ഇസ് മിനിമം, അല്ലെങ്കിൽ ടൈം ടേക്കൺ ഇസ് മിനിമം. അപ്പോൾ നമുക്ക് എ പി ബി എന്നുള്ള പാത്ത്, അതിൽ ഈ പാത്ത് വേരി ചെയ്യാൻ എങ്ങനെയാണ് ഇത് വേരി ചെയ്യുക? ഈ പിയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ഈ എ പി പ്ലസ് പി ബി മാറിക്കൊണ്ടിരിക്കും അല്ലേ. പി നമുക്ക് എക്സും സെഡും നമുക്ക് വാല്യൂ നമുക്ക് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എക്സിൻ്റെ വാല്യൂ മാറാം. എക്സ് ഒരു വേരിയബിളാണ് ഇവിടെ, സെഡ് ഒരു വേരിയബിളാണ്. അപ്പോൾ എക്സിൻ്റെയും സെഡിൻ്റെയും വാല്യൂ മാറുന്നതനുസരിച്ച് ഈ പി എന്നുള്ള പോയിന്റ് ഈ മിററിൽ എവിടെ വേണമെങ്കിലും ആവാം. അപ്പോൾ മിററിൽ എവിടെ വേണമെങ്കിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പം മിററിൽ ഏത് പോയിന്റിൽ വേണമെന്നുള്ളത് എക്സും സെഡും അനുസരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഫെർമാസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്ത് നമുക്ക് ഏത് പാത്താണ് ഏറ്റവും മിനിമം എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്, നമ്മളെപ്പോഴും ഇത് വേരിയബിൾ എടുക്കുന്നത് the change in L with respect to Z when x is kept constant. x കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പോസിബിലിറ്റി നമ്മൾ നോക്കുകയാണ്, എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഡോ എൽ ബൈ ഡോ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, കീപ്പിംഗ് എക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിന് ഇതിൻ്റെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇത് വരും, ഇതേ ടേം. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എക്സിന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ട, സെഡാണ് വേരിയബിൾ. അപ്പോൾ സെഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2z എന്ന് വരും. പിന്നെ ഇതുവരെ റൂട്ട് ഓഫ് എക്സ് എന്നുള്ളതിന് എന്തായിരിക്കും? 1/2 റൂട്ട് എക്സ് ആണ് ഡെറിവേറ്റീവ്. ഇവിടെയും അതുപോലെ 1/2 ഇൻറ്റു ഈ ടേം അങ്ങനെ തന്നെ വരും, ഇൻറ്റു സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് പോകും, സെഡ് നമുക്ക് പുറമെ എടുക്കാം. സെഡ് ഇൻറ്റു 1/√ ഓഫ് ഈ ടേം വരും. ഇവിടെ അതുപോലെ 1/√ ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് ഈ കണ്ടീഷൻ ഈക്വൽ ടു 0 എന്ന് വരുന്നത് ഫെർമാസ് പ്രിൻസിപ്പിൾ എന്നാണ്. ഇത് ഒപ്റ്റിക്കൽ പാത്ത് ഇസ് മിനിമം ഫോർ ഒപ്റ്റിക്കൽ പാത്ത് അല്ലെങ്കിൽ ടൈം ടേക്കൺ ഇസ് മിനിമം ആവുന്ന സമയം. അപ്പോൾ ഈക്വൽ ടു 0 എന്ന് എടുക്കാം, ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇത് ഈ ടേം 0 ആവണമെങ്കിൽ ഇത് നോക്കൂ, ഇതൊരു 1 ഒരു പ്ലസ് ടേമാണ്, സ്ക്വയേഴ്സ് ആണ്. ഇതൊരിക്കലും 0 ആവില്ല അല്ലേ. ഇതൊന്നും ഇതിനുള്ളിലത്തെ വാല്യൂ 0 ആവാൻ പോകുന്നില്ല. 1 ഒരു സ്ക്വയേഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ടാണ്. സോ ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ അല്ലേ. അപ്പോൾ ഇതൊരിക്കലും 0 ആവില്ല. ദാറ്റ് മീൻസ് സെഡ് ഹാസ് ടു ബി 0. അപ്പോൾ ഒപ്റ്റിക്കൽ പാത്ത് മിനിമം ആണെങ്കിൽ സെഡിൻ്റെ വാല്യൂ 0 ആവണം. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ് പി ഹാസ് ടു ബി ഓൺ ദി പ്ലെയിൻ ABCD. ഇവിടെ സെഡ് 0 ആയി കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇവിടുന്ന് ഇവിടേക്ക് എത്തി, ABCD എന്നുള്ള പ്ലെയിനിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ പി എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് പി കോയിൻസൈഡ് വിത്ത് O means that the incident ray OA and the reflected ray OB and the normal lie in the same plane അല്ലേ. അപ്പോൾ ഇവിടുന്ന് പിയുടെ പോയിന്റ് ഇവിടെ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ ലീസ്റ്റ് ടൈം ആവുള്ളൂ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് മിനിമം ആവുള്ളൂ. സോ ദ വാല്യൂ ഓഫ് Z is 0. Z 0 ആവെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ. അപ്പോൾ Z 0 ആവെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റ് ഈസ് ഇൻ ദി പ്ലെയിൻ ABCD. ABCD എന്നുള്ള പ്ലെയിനിലേക്ക് ആണെന്നാണ് നമ്മൾ ഫെർമാസ് പ്രിൻസിപ്പിൾ. അത് ആ ഒരു റിഫ്ലക്ഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. എങ്ങനെ? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ദിസ് പ്രൂവ്സ് ദ ഫസ്റ്റ് ലോ. ഇനി നമുക്ക് സെക്കൻഡ് ലോ പ്രൂവ് ചെയ്യാൻ നോക്കാം. സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേ ഒപ്റ്റിക്കൽ പാത്തിൻ്റെ ഇതേ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് എച്ച് സ്ക്വയർ, ഇതിന് റൂട്ട് ഓഫ് എഴുതാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ.
ഇത് നമുക്കിപ്പം ഓൾറെഡി നമുക്ക് കിട്ടി, ഫസ്റ്റ് ലോ പ്രൂവ് ചെയ്തിട്ട് സെഡിൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടി. സെഡ് ഹാസ് ടു ബി 0. അങ്ങനെ മാത്രമേ ഉള്ളൂ the incident ray, reflected ray and the normal are in the same plane. അപ്പോൾ സെഡ് 0 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ആ സെഡിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? L is equal to root of x square plus a square എന്ന് വരും, പ്ലസ് root of x minus d the whole square plus b square എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കണ്ടീഷനിൽ ഡോ എൽ ബൈ ഡോ സെഡ് വിത്ത് എന്താണ് ഡെറിവേറ്റീവ് എടുത്തു, കീപ്പിംഗ് എക്സ് കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് അടുത്ത പാത്ത് നമുക്ക് നോക്കാം. അടുത്ത ഒരു കണ്ടീഷൻ നോക്കാം, ഡോ എൽ ബൈ ഡോ എക്സ് കീപ്പിംഗ് സെഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് എടുക്കാം. സെഡ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ സെഡിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക ഇങ്ങനെ 2 വേരിയബിളിൽ, അപ്പോൾ ഇവിടെ 2 വേരിയബിൾ ഇല്ല അപ്പോൾ, അല്ലേ? സെഡ് 0 ആക്കി എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡി എൽ ബൈ ഡി എക്സ് തന്നെ എടുക്കാം, ഫുൾ ഡെറിവേറ്റീവ് തന്നെ എടുക്കാം, ബിക്കോസ് യു ഹാവ് ഓൺലി 1 വേരിയബിൾ. അപ്പോൾ ഡി എൽ ബൈ ഡി എക്സ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 2x അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് ഇവിടെ. ഇത് അതുപോലെ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ into 2 into x minus d. This has to be equal to 0 അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഹാസ് ടു ബി ഈക്വൽ ടു 0. അങ്ങനെ ആകുമ്പം ഇതെന്ത് വരും? എക്സ് ബൈ നമ്മൾ 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി, ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പോൾ 2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഡി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഈ ടേമിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പം ഇങ്ങനെ വരും, ഈക്വൽ ടു സൈൻ ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ. ഇനി എക്സ് മൈനസ് ഡീനെ ഇത് പോസിറ്റീവ് ആക്കാൻ നമുക്ക് ഡി മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് വരും. ഇനി നമുക്ക് ഈ 2 ടേമും നമുക്ക് ഇതിന്ന് ഈ ഒരു ജോമെട്രി നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ആംഗിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബിക്കോസ് വി ഹാവ് ടു സേ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു കൺസിഡർ ദി ട്രയാങ്കിൾസ് AOD. AOD എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളാണ്. AOD കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ ഐ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് റേ ആൻഡ് ദി നോർമൽ, ഇതാണ് ഐ. ഇവിടെ ഇത് ഐ ആകുമ്പോൾ ഇവിടെ ഇത് എന്താണ് വരിക? 90 മൈനസ് ഐ. ഇത് നോർമൽ ആയതുകൊണ്ട് ഇത് 90 മൈനസ് ഐ വരും. ഇത് 90, ഇത് എന്നപ്പോൾ ഐ ആവും. ഈ ആംഗിൾ ഐ ആയിരിക്കും അല്ലേ? ടോട്ടൽ ആംഗിൾ ഇൻ ദ ട്രയാങ്കിൾ ഈസ് 180. സോ ഇവിടെ 90 ആണ്, ഇത് 90 മൈനസ് ഐ ആണ്, ഇത് ഐ ആയിരിക്കും. ഈ ആംഗിൾ ഐ ആയിരിക്കും. സോ സൈൻ ഐ ഈസ് ഈക്വൽ ടു എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണിയൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് അല്ലേ? ഹൈപ്പോണിയൂസിൻ്റെ വാല്യൂ എന്താണ്? എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സോ ഇവിടെ നമുക്ക് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് സൈൻ ഐ ആണ്. സൈൻ ഐ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണിയൂസ്. ഹൈപ്പോണിയൂസിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടേമിന് സൈൻ ഐ എന്ന് എഴുതാം. ഇനി അതേപോലെ സൈൻ ആർ എന്താണെന്ന് നോക്കാം. ഇത് ആർ ആണെങ്കിൽ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ. സോ ദിസ് ഈസ് ദ ആംഗിൾ ആർ. ഇത് ആർ ആകുമ്പം ഇവിടെയുള്ള ആംഗിൾ 90 മൈനസ് ആർ ആയിരിക്കും. ഇത് 90 ആൻഡ് ദിസ് ഈസ് ആർ. ഇതാണ് ആറിൻ്റെ വാല്യൂ വരിക. ഇത് ആർ ആവുന്ന സമയത്ത് എന്താ വരിക? സൈൻ ഓഫ് ആർ ഇസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണിയൂസ്, നേരത്തെ പോലെ തന്നെ. സോ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഡി ആണ് ടോട്ടൽ. ഇവിടെ നമുക്ക് ഇവിടെ വരെ എക്സ് ആണ്, പി എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, ഇവിടെ എക്സ് ആണ് വരിക. ഇവിടെ വരെ ഈ ഒ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ ദിസ് വിൽ ബി ഡി മൈനസ് എക്സ്. സോ ഡി മൈനസ് എക്സ് ബൈ ഈ ഹൈപ്പോണിയൂസിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് ഡി മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. സോ ദിസ് term is sin r is d minus x by root of x minus d അല്ലെങ്കിൽ d minus x the whole square plus b square. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? sin i equal to sin r. sin i equal to sin r means i equal to r. That is the angle of incidence is equal to the angle of reflection. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ. അപ്പോൾ നമ്മൾക്കിതിപ്പം ഫെർമാൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് 2 ലോസും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ
the reflected ray and the normal to the reflecting surface are in the same plane. Okay, so ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. In the next video we will see the laws of refraction. Okay, thank you.